അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദ് മൗലവിയുടെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. ആ മൗലവി ആ വീഡിയോയിൽ പറയുന്നത് മരിച്ചുപോയവരുടെ ആണ്ട് കഴിക്കുക, അവരുടെ പേരിൽ അന്നദാനം ചെയ്യുക എന്നുള്ളത് അനിസ്ലാമികമാണ്, ഹൈന്ദവരുടെ ആചാരത്തിൽ നിന്ന് കടമെടുത്തതാണ്. 3 കഴിക്കുക, 7 കഴിക്കുക, 14 കഴിക്കുക, 40 കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാമിങ്ങൾ പഠിപ്പിക്കാത്തതാണ്, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. മദ്ഹബിൻ്റെ ഒരൊറ്റ ഇമാമിങ്ങളുടെ പോലും കാണാൻ കഴിയാത്തതാണ് എന്ന് പച്ചയായി കളവ് പറയുന്ന ഒരു മൗലവിയാണ് എന്ന് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി പറയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക, അതിൻ്റെ ശേഷം ഞാൻ അത് വിശദീകരിക്കാം. ഈ മരണപ്പെട്ടവരുടെ ആണ്ട് കഴിക്കുക എന്നുള്ളത് ശുദ്ധമായ ബിദ്അത്താണ്. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ മരണപ്പെട്ടാൽ ദുഃഖം ആചരിക്കാൻ വേണ്ടി പോലും നിശ്ചയിക്കപ്പെട്ടത് 3 ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഈവൻ ഭക്ഷണം വെക്കാനും മറ്റുമൊക്കെ അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ മറ്റുള്ളവർ ഭക്ഷണം വെച്ച് അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഇതല്ലാത്ത നിലക്കുള്ള ചടങ്ങുകൾ 3 തന്നെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു സൽക്കാരം പോലെ നടത്തൽ പാടില്ലാത്തതാണ്. പിന്നെ 7, 14, 40 ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഹൈന്ദവരിൽ നിന്ന് കടമെടുത്തതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഫിഖ്ഹിൻ്റെ കിതാബിൽ 7, 14, 40 ആണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചർച്ച 4 മദ്ഹബുകളുടെ കിതാബുകളിൽ വളരെ വ്യക്തമായ കളവാണ് അദ്ദേഹം പറയുന്നത്. ഇമാമികളുടെ കിതാബുകളില്ല, ഹദീസുകളിലില്ല, ഹൈന്ദവരുടെ ആചാരമാണ്. സുബ്ഹാനല്ലാഹ്, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് തന്നെ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ വ യുക്സിറു സനാ അലൈഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ഖദീജ ബീബിയുടെ റളിയല്ലാഹു അൻഹ, ആ ഖദീജ ഉമ്മയുടെ പ്രശംസകൾ ഇങ്ങനെ പറയുകയാണ്, മദ്ഹ് പറയുകയാണ്, അവിടുത്തെ മൗലിദ് പറയുകയാണ്, അവിടുത്തെ ഇങ്ങനെ പ്രശംസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതവും അവിടുത്തെ ഒരുപാട് പ്രയാസങ്ങളും എന്നിട്ട് അവിടുത്തെ സബറും എല്ലാം അവിടുത്തെ പ്രശംസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അങ്ങനെ അവിടുത്തെ മതവും പ്രശംസയും പറഞ്ഞ് ആടിനെ അറുത്തു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ യുഖത്തിഉഹാ അളാ, ആടിനെ അറുത്ത് അതിനെ ഇറച്ചാക്കി കഷ്ണമാക്കുന്നു. സുമ്മ യബ്അസുഹാ ഫീ സ്വദാഇഖി ഖദീജ, എന്നിട്ട് ആ ഇറച്ചിനെ ഖദീജ ബീബിയുടെ ചങ്ങാതിമാർ, ഖദീജ ബീവിയെ ഇഷ്ടം വെക്കുന്ന ആളുകളിലേക്ക് ഇറച്ചി കൊടുത്തയക്കും. എന്നിട്ട് ഫയഖൂലു ഇദ്ഹബൂ ബിഹി ഇലാ ഫുലാന, ഇന്നാൽ ഇന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക ഈ ഇറച്ചിനെ. ഫഇന്നഹാ കാനത്ത് സ്വദീഖത ഖദീജ, ആ പെണ്ണുങ്ങൾ ഖദീജ ബീബിയുടെ ചങ്ങാതിയായിരുന്നു. ഇദ്ഹബൂ ബിഹി ഇലാ ബൈത്തി ഫുലാന, മറ്റേ വീട്ടിലേക്ക് നിങ്ങൾ ഈ ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുക. ഫഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ, അദ്ദേഹം, ആ പെണ്ണുങ്ങൾ ഖദീജ ബീബിനെ പ്രിയം വെക്കുന്ന ആളായിരുന്നു. ഇതാരാ? സഹിയായ ഹദീസാണ്, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വളരെ ക്ലിയറാണ്. ഖദീജ ബീബിയുടെ മദ്ഹ് പറഞ്ഞ് പ്രശംസിച്ച് ആടിനെ അറുത്ത് ഖദീജ ബീബിയുടെ പേരിൽ ഖദീജ ബീബിയുടെ ചങ്ങാതിമാരിലേക്കും ഇറച്ചി വിതരണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മൗലിദ്, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയ ആളുകളുടെ ആണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ ആണ്ട് വരുമ്പോൾ അവരുടെ പേരിൽ ഇറച്ചി വിതരണം ചെയ്യുക, ഭക്ഷണം വിതരണം ചെയ്യുക. അത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? ഇത് അനിസ്ലാമികമാണ് എന്ന് പറയുന്നത്
ഇമാമികൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പച്ച നുണയാണ് പറയുന്നത്, പച്ച നുണയാണ് പറയുന്നത്. വളരെ സ്വഹിയായ ഹദീസിൽ വന്ന ഈ സംഭവമല്ലേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അവിടുത്തെ മദ്ഹ് പറഞ്ഞ് പ്രശംസിച്ച് ഇറച്ചി വിതരണം ചെയ്തു എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമല്ലേ. ഇത് നോക്കൂ നിങ്ങൾ, ഇമാമിങ്ങൾ ആരും പറയാത്ത, അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയാത്തതാണ് 3 കഴിക്കുക 7 കഴിക്കുക എന്നൊക്കെ. നോക്കൂ നിങ്ങൾ, മദ്ഹബിൻ്റെ ഇമാമാകുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾ നോക്ക്. ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ, മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളിൽ 7 ദിവസക്കാലം ഫിത്നയാക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും 7 ദിവസക്കാലം. ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം, അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ ആ 7 ദിവസക്കാലം മരിച്ചുപോയ ആളുകളെ തൊട്ട് അന്നദാനം ധർമ്മം ചെയ്യലിനെ അവർ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഹദീസാണിത്. മദ്ഹബിൻ്റെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുകൊണ്ടാണ് 3 കൈക്കലും 7 കൈക്കലും ഒക്കെ ചങ്ങൾ ചെയ്യുന്നത്. ഖബറിൽ 7 ദിവസക്കാലം അവർ ഫിത്നയാക്കപ്പെടും. അതുകൊണ്ട് ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദിവസം അവരെ തൊട്ട് ഭക്ഷണം ധർമ്മം ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുമായിരുന്നു. ഇതല്ലേ സുന്നികൾ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇസ്ലാമികമാകും? ഇമാമികൾ കിതാബിൽ പറഞ്ഞിട്ടില്ല, ഹൈന്ദവരുടെ ആചാരമാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനിക്ക് ഒന്നും തിരിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹദീസ് റവാഹുൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ഹംബൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ ഫിൽ മതാലിബിൽ ആലിയ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുയൂത്തി ഹാഫിൽ ഫതാവ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല യഖൂലുൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ റിജാലുകളെപ്പറ്റി, സനദുകളെപ്പറ്റി പറയുന്നത് റിജാലുൽ ഇസ്നാദ് റിജാലുൻ സ്വഹീഉൻ, ഈ സനദിൻ്റെ പരമ്പര വളരെ സ്വഹീഹായ പരമ്പരയാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുജാഹിദ് മൗലവി ജനങ്ങളെ വസ്വാസാക്കുന്നത്, ജനങ്ങളെ ഫിത്നയാക്കുന്നത്, ജനങ്ങളെ വഞ്ചിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല നമ്മളെ അവരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ.